ലോക ഗജദിനം കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ വിപുലമായ ആനയൂട്ട് സംഘടിപ്പിച്ചു. ലോക ഗജദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ എലിഫന്റ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വിപുലമായ ആനയൂട്ട് സംഘടിപ്പിച്ചു. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിന്റെ കീഴിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് മെമ്പർ ജമീല ഉദ്ഘാടനം ചെയ്തു. ആനകളുടെ സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ABP റേഞ്ച് ഡെപ്യൂട്ടി വാർഡൻ സൂരജ് ഭാസ്കർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷിജു SV നായർ, AFEO ഡോക്ടർ അരുൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ, വനംവകുപ്പ് ജീവനക്കാർ, ആനപ്പാപ്പാന്മാർ, EDC, ADC അംഗങ്ങൾ എന്നിവർ ചേർന്ന് ആനകൾക്ക് വിശേഷാൽ ഭക്ഷണങ്ങൾ നൽകി. എല്ലാവർക്കും നമസ്കാരം. സൂരജ് എന്നാണ് പേര്. AVP ഡെപ്യൂട്ടി വാർഡനാണ്. നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന പോലെ ഇപ്രാവശ്യവും ഓഗസ്റ്റ് 12 ലോക ഗജദിനമായി ആചരിക്കുകയാണ്. അന്നത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മൾ ഇന്നിപ്പോൾ സംഘടിപ്പിച്ചത്. വളരെ വിപുലമായി സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന ചടങ്ങായിരുന്നു ഇത്. ഇപ്രാവശ്യം ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് നമ്മുടെ ഒരു പാപ്പാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മരണവും അതുപോലെ തന്നെ ഒരു ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളില്ലെങ്കിൽ കൂടി എല്ലാ വർഷത്തെ പോലെ വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്രാവശ്യവും നമ്മൾ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ലോക ഗജദിനവുമായി ബന്ധപ്പെട്ട് ആനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും ഫീഡിംഗ് പ്രോഗ്രാമാണ് ഇവിടെ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. 15ഓളം ആനകളടങ്ങിയ 6 മുതൽ 85 വയസ്സ് വരെയുള്ള പ്രായമുള്ള പലതരത്തിലുള്ള ആനകളടങ്ങിയ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആന പുനരധിവാസ കേന്ദ്രങ്ങളിലൊന്നായ ഇവിടെ വലിയ രീതിയിലുള്ള ആനയുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നിലനിർത്തുന്നതിൽ ആന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രകൃതിയുടെ തന്നെ ഒരു എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന രീതിയിൽ വളരെ വലിയ രീതിയിൽ സേവനം നടത്തുന്ന ഒരു സസ്തനിയാണ് ആന. പുതിയ വിത്തുകൾ പാകം വരുന്നതിനും ആനയുടെ കൺസർവേഷൻ വളരെ പ്രധാനമാണ്. വംശനാശ ഭീഷണി സാഹചര്യത്തിൽ ആനയുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബോധവൽക്കരണം കൂടി ഇന്നത്തെ ഒരു ദിനത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇവിടെ AVP റേഞ്ച് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്.